ഒരു മന്തി കഴിക്കാൻ പോയാലോ? പൈസ എന്റെ നീ ഇടയ്ക്ക് മന്തി കഴിക്കാൻ പോകാറുണ്ടല്ലോ. അത് തിരക്കുള്ളപ്പോഴല്ലടാ, ഇപ്പൊ പോയ പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ മന്തി കഴിച്ചിട്ടേ സുലൈമാനെ കുറിച്ച് അറിയാത്തല്ലേ മുഖം തുടച്ച് ഇറങ്ങി വരും. പൈസ കൊടുക്കാനുള്ള കുമ്മലടി അല്ലേ? നിനക്ക് ഡോറിനായിട്ട് ഇവിടെ ഇറങ്ങി വരാൻ പറ്റും, ഞാൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും. കണ്ടില്ലേ? കാട്ടുപന്നികളെ കൊല്ലുന്ന ഷൂട്ടർക്ക് 1500 രൂപ തീരുമാനമെടുത്ത് സർക്കാർ. പന്നിയെ കുഴപ്പമുണ്ടാ? പന്നീനെ അടിക്കാൻ പോയില്ലെന്നാ ഇന്ന് ഞാനൊരു പന്നീനെ അടിക്കും. അത് മാത്രല്ല, സംസ്കരിക്കണവർക്ക് 2000 രൂപ തരാനുള്ള തീരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. ഈ സംസ്കരിക്കുമ്പോഴേ കുറച്ച് മസാല അർത്ഥം കുഴപ്പമുണ്ടാ? ഉപ്പും വെള്ളം ഇങ്ങനെ വെത്തറിയിട്ട് നീ എന്നാ പരിപാടി പറഞ്ഞ കൊന്നാവ തിന്നാ തീരില്ലേ? അല്ലടാ, ഈ കൊല്ലുള്ള തോക്കുണ്ടിയും ഗവൺമെന്റ് വരുമോ? ഒരു അരട്ടക്കുള്ളിൽ 2 ഉണ്ടി മതിന്ന്. ഇവിടെ റോട്ടിലെ പൈപ്പ് പണിച്ച് കോലെടുക്കാത്ത ആൾക്കാരാ. ഞാൻ പറയുന്നില്ല. ഞാൻ പപ്പേരയിലൊരു തോക്കുണ്ട്, പക്ഷെ ആളിപ്പോ ഉപയോഗിക്കുന്നില്ല, ആൾക്ക് വയ്യ. എന്ത് പറ്റിയേ? അതേ കൊച്ചുമകൾക്ക് വാട്ടർ ബലൂൺ പൊട്ടി ചാഞ്ചു കൊടുത്താ നെഞ്ചത്തിരുന്ന പൊട്ടി. അതെങ്ങനെ? കുഴല് തിരിച്ചിട്ടൂന്നേ. നീ എന്നിട്ട് വേണം ഞാൻ പന്നിന് ഉന്നം വെച്ചടിക്കുമ്പോഴേ ആ പെല്ലറ്റ് റിട്ടേൺ അടിച്ച് എന്റെ കൃഷ്ണമണിയിലിരിക്കാൻ. ക്യാബിറ്റൽ അടിച്ചു ചോദിച്ചാൽ നമുക്ക് എന്തിട്ട് ക്യാബിറ്റൽ അടിക്കാൻ? കോഴിക്കുട്ടീനെ റാഞ്ചാൻ വന്ന് ഇറലാൻകുട്ടിയല്ല, കുടുക്കന്നെ വേണം. ഈ പന്നികൾ അവിടെ കിട്ടും. പന്നികളുടെ പോപ്പുലേഷൻ എവിടെ കൂടുതൽ? എവിടെയാ? കാഴ്ചാങ്കളാലുണ്ടാവും. കാര്യം പറയുമ്പോ പാലക്കാട് പോണം. പന്നിക്കൊരു തങ്കക്കൂട. പാലക്കാട് അതെ, പെട്രോൾ ഇല്ലേ? പെട്രോളില്ലേ? പെട്രോൾ എത്ര ഓട്ടം പോവാത്ത? ഇന്ന് ഞാനൊരു പന്നീനെ അടിക്കും. ഒരു 100 രൂപ ജീപ്പേ ചെയ്യോ?